മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി. മുൻ മുഖ്യമന്ത്രി കാരണം തന്റെ വ്യക്തിജീവിതവും കുടുംബവും ജോലി ചെയ്യുന്ന സ്ഥാപനവും ദുരിതം അനുഭവിക്കുകയാണെന്ന് സ്വപ്ന സുരേഷ്. ഇപ്പോഴും ജീവന് ഭീഷണിയുണ്ടെന്നും സ്വപ്ന ആരോപിച്ചു. വ്യാജക്കേസിൽ തനിക്കെതിരായ കള്ളക്കേസിൽ ജാമ്യമെടുക്കാനാണ് പാലക്കാട് വന്നത്. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ ഇത്തരത്തിൽ നിരവധി കേസുണ്ട്. സത്യം പറഞ്ഞതിനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫോൺ കോൾ റെക്കോർഡ് മാധ്യമങ്ങളെ കേൾപ്പിച്ചു എന്നതാണ് തനിക്കെതിരായ കുറ്റം. പുതിയ സർക്കാർ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിത്തരുമെന്ന് വിശ്വസിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിൽ കാണുമെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ഞാനിവിടെ വന്നത് എനിക്കെതിരെ അല്ലെങ്കിൽ നമുക്കെതിരെ എടുത്ത ഫേക്ക് കേസിന് ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് വാസ് എ ഫേക്ക് കേസ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. ഞാൻ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓഡിയോ റെക്കോർഡിംഗ് വരെ കേൾപ്പിച്ച് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു HRDS ഓഫീസിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം. അതിൻ്റെ പേരിൽ നമുക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൂഫ് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു, ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കലാപശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പിന്നെ വാട്ട് ഈസ് ദാറ്റ് റോങ് മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുത്ത് വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതുപോലെ എത്ര അധികം ഫേക്ക് കേസാണ് മിസ്റ്റർ പിണറായി വിജയൻ എനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു കള്ള കേസിന്റെ പേരിലാണ് ഞാനിപ്പോൾ ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഐ വോണ്ട് ടു ഗോ ആൻഡ് മീറ്റ് ദി ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ദി ചീഫ് മിനിസ്റ്റർ. ഈ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന കേസസ് നിന്നും എനിക്കൊരു മോചനം തരുമോ ഇല്ലേന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ആർ പ്ലാനിങ് ടു ഗോ ആൻഡ് മീറ്റ് ദി മിനിസ്റ്റേഴ്സ്. രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസുകളിൽ നിന്നും മോചനം ആവശ്യപ്പെടും. പിണറായിക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കും. അവർ ഭരണത്തിലില്ലാത്തതിനാൽ എന്തും ചെയ്യാമിനി. കേരളത്തിലേക്ക് തിരിച്ചുവരും. ADGP MR അജിത് കുമാർ ഒരു യോഗ്യതയുമില്ലാത്തയാളാണ്. പിണറായി വിജയനെതിരെ നിയമ പോരാട്ടം തുടരും. ഒരുതരം കോംപ്രമൈസിനും താൻ തയ്യാറല്ല. M ശിവശങ്കർ ഇപ്പോഴും പിണറായിക്ക് സഹായിയായുണ്ട്. താൻ സെറ്റിൽമെന്റ് നടത്തിയിട്ടില്ല. നിയമപരമായി പോരാട്ടം തുടരും. ഞാനും പലയിടത്തുനിന്നും അറിഞ്ഞു ദാറ്റ് ഹി ഈസ് സീക്രറ്റ്ലി വർക്കിംഗ് ഫോർ മിസ്റ്റർ പിണറായി വിജയൻ. ഇപ്പോഴും നോട്ട്സ് എഴുതി കൊടുക്കാനും എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫോളോ അപ്സും ബാക്കിയുള്ള കാര്യങ്ങളും മിസ്റ്റർ ശിവശങ്കർ ചെയ്യുന്നുണ്ടെന്നുള്ള ക്ലിയർ ഇൻഫർമേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എവിടെയാണ് സ്വപ്ന സുരേഷ് സെറ്റിൽമെൻ്റ് ആയോ അല്ലെങ്കിൽ ഒരു പിന്മാറിയോ? ഇറ്റ്സ് നോട്ട് ദാറ്റ്. എന്തെങ്കിലും പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്യാനോ വെളിപ്പെടുത്താനോ ഉണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി കം ബിഫോർ ദ മീഡിയ. ഐ ആം നോട്ട് ഇൻ ടു എനി കൈൻഡ് ഓഫ് സെറ്റിൽമെൻറ്റ്. മൈ ഫൈറ്റ് ഇസ് സ്റ്റിൽ ഓൺ ആൻഡ് ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ്. US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും പിണറായിക്ക് നിക്ഷേപമുണ്ട്. ചികിത്സ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഇത്തരം ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി. പിണറായിക്കും കുടുംബത്തിനും അമേരിക്കയിലും UAE-യിലും ബിസിനസ് സംരംഭങ്ങളുണ്ട്. ചികിത്സ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഇത്തരം ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി. പിണറായിക്കും കുടുംബത്തിനും അമേരിക്കയിലും US-ലും ബിസിനസ് സംരംഭങ്ങളുണ്ട്. ചികിത്സയ്ക്കെന്ന പേരിലുള്ള യാത്രകൾ ഇതിനുവേണ്ടിയാണെന്ന് സ്വപ്ന ആരോപിച്ചു. They have investments across US, Europe and of course the Middle East. അപ്പം ചികിത്സയുടെ പേരും പറഞ്ഞിട്ട് യാത്രകൾ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും കൂടി നോക്കാൻ തന്നെയാണ്. അത് ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ എൻ്റെ 164-ൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് പല പ്രാവശ്യവും ഞാനും അതിൻ്റെ ഭാഗമായി ദുബായ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐ നോ വെരി ക്ലിയർലി എന്തിനാണ് മിഡിൽ ഈസ്റ്റിൽ പോകുന്നതെന്ന്. ഐ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രൂഫും എവിഡൻസും എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് സത്യം തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരെന്നെ എല്ലാ രീതിയിലും ഒന്നീ ഈ വേൾഡിൽ നിന്ന് എന്നെ എലിമിനേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കെതിരെ കേസുകളെടുത്ത് ഫേക്ക് കേസുകൾ ചാർജ് ചെയ്ത് എന്നെ ജയിലിലാക്കുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. പിണറായിയേക്കാൾ ശക്ത ഭാര്യ കമലയാണ്. എല്ലാ വിദേശയാത്രകളിലും അവർ ഒപ്പം പോയിരുന്നത് അതുകൊണ്ടാണ്. പിണറായിക്ക് ബിസിനസ് തന്ത്രങ്ങൾ മെനയാനുള്ള ബുദ്ധിയോ സമയമോ ഇല്ല. പിണറായിയുടെ മകന് കുടുംബത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. മകൾക്കും പേരക്കുട്ടിക്കുമാണ് വീട്ടിൽ പ്രാധാന്യമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. Well, she is actually trying to behave or act or try to prove to the society that she is the first lady.
US പ്രസിഡൻറ്റ് വൈഫാണ് അങ്ങനെ പോവാറ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ എക്സ് മുഖ്യമന്ത്രിയുടെ വൈഫ് ഫസ്റ്റ് ലേഡി ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നത് അത്രയും പവർ. ഷീ ഈസ് ദ വൺ ഹൂസ് ഡിസൈഡിങ് തിങ്സ്. മിസ്റ്റർ വിജയൻ ഐ ഡോണ്ട് തിങ്ക് ഇസ് സോ പവർഫുൾ ലൈക്ക് ഹിസ് വൈഫ്. UTV ന്യൂസ് പാലക്കാട്.